Hi students, good morning. Today I focused on the topic diphthongs or secondary vowels or vowel glides. There are 8 diphthongs in IPA. We already discussed all these things. Once again I told you that diphthongs also belongs to vowel sound. Vowels are divided into two, monophthongs and diphthongs. Okay. The first diphthong sound is A. A, for example, in shake, pray, great. Shake, pray, great. Next sound is A. Air. Air. Example, bear, wear, rare. Air. Second sound is air, bear, wear, rare. Examples are bear, wear, rare. Third sound is secure, during, brewer, secure, during, brewer. Okay. Next, the fourth sound is ear. First sound is ear. Clear, spear, air. Clear, spear, air. Sorry, ear. Clear, spear, ear. Sound is ear. Clear, spear, ear. Fifth sound is oi. Soil, employ, annoy. Soil, employ, annoy, etc. Next sound is I. Try, light, shine. Try, light, shine. Okay. Next sound is L. Next sound is L. Roll, for. Next sound is A. L. Roll, for. Okay. Another sound, last sound is ow. Loud, row, allow. Loud, row, allow. These are the 8 diphthongs in IPA. First sound A ആണ്. A. Shake, pray, great. അതുപോലത്തെ ഒരു സൗണ്ടാണ് ഐ. AI. ഐ അല്ലേ? പിന്നത്തെ സൗണ്ട് പിന്നുള്ളത് ഔ അല്ലേ? ഒരുപോലെ തോന്നുന്നത്. ഫസ്റ്റ് എയും ഐയും ഒരുപോലെ ആയിട്ടുണ്ടല്ലേ? ഒന്ന് ശ്രദ്ധിക്കണം, രണ്ട് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നു. എ ആണ്, മറ്റേത് ഐ ആണ്. പിന്നെ എ. രണ്ടാമത്തെ സൗണ്ട് എ ആണ്. മൂന്നാമത്തെ സൗണ്ട് ഉവ എന്നുള്ള സൗണ്ടാണ്. അടുത്തത് എന്നുള്ള സൗണ്ട്. അഞ്ചാമത്തേത് ഒയ്. അത് എളുപ്പമാണ്. ഒയ് എളുപ്പമാണ്, ഐ എളുപ്പമാണ്. പിന്നെ അടുത്തതും കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഫോ. അടുത്തത് ഔ. These are the sounds of diphthongs. You people please try to understand. Words are not pronounced as we people pronounced. Okay. We now through this module we learn about how to produce or articulate English words accurately or phonetically. Okay. അപ്പം ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളിതൊന്ന് സൗണ്ട്, നിങ്ങളുടെ ബുക്കിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. പേജ് നമ്പർ 18 എൻ്റെ ബുക്കിൽ. ചിലപ്പോൾ നിങ്ങളുടെ ബുക്കിൽ 20 ആവാം. അപ്പോൾ നിങ്ങൾ പേജ് നമ്പർ
14, 15, 16 വരെ നല്ലോണം നോക്കുക. പിന്നെ 17-ലൊരു എക്സസൈസ് നമ്പർ 1 ഉണ്ട്, അതുപോലെ എക്സസൈസ് നമ്പർ 3. ഇത് രണ്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ 3 ചെയ്ത്. എക്സസൈസ് 1, 2, 3 ഇത് 3 നിങ്ങൾ നോട്ടിൽ കാണണം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, in pairs or group, pronounce the word and identify the vowels represented by the underlined letters in the following words. Occasion, അതിൽ ഫസ്റ്റ് സൗണ്ട് ഏതാണ്? O ആണ്. അപ്പോൾ അത് വവൽ എഴുതിയെടുക്കുക, നിങ്ങൾ എഴുതിയെടുക്കുക ഏതൊക്കെ വവൽ സൗണ്ട് ആണ്. നെക്സ്റ്റ്, in pairs or group, pronounce the given words and identify the vowel sounds, then write the word in the appropriate columns. സിറ്റ് എന്നുള്ള വേർഡിൽ ഏതാണ് വവൽ സൗണ്ട് എന്നുള്ളത് നിങ്ങൾ സിറ്റിനെതിരെ വവൽ സൗണ്ട് മാത്രം എടുത്തെഴുതുക. അങ്ങനെ ഓരോന്നും ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് തേർഡ് വൺ, categorize the words according to the monophthongs and diphthongs in them. ഓരോ വേർഡ്, റൈറ്റ്, സ്പൂൺ, സ്പെയർ, സ്പൈ, ഇങ്ങനെ ഓരോ വേർഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ഏതാണ് മോണോഫ്തോങ്, ഏതാണ് ഡിഫ്തോങ്? മോണോഫ്തോങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒറ്റ സൗണ്ട് ഉണ്ടാവുള്ളൂ അല്ലേ, ആ ആ ഈ ഊ എന്നുള്ളതാണ്. ഡിഫ്തോങ് ആകുമ്പം 2 വവൽസ് കൂടിയതാണ് അല്ലേ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഈ സൗണ്ട്, വവൽ സൗണ്ട് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ തെറോയിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം നിങ്ങൾ പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കണം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ക്ലിയർ എന്നുള്ള വേർഡ്, ഏത് സൗണ്ടാണ് നിങ്ങൾക്ക് ഡൗട്ട്, ആ വേർഡ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതിൽ പ്രൊനൗൺസിയേഷൻ വരും. അതൊന്ന് സ്പീക്കറിൽ അതൊന്ന് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കിട്ടും. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ ഫോണറ്റിക്സിൽ. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ടോൾഡ്. Thank you.